അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 കുറച്ച് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഇൻഫർമേഷൻ എല്ലാം ബാലരമ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു ഡൈജസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 10ഓളം പുതിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ AI എന്ന് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും ഉപയോഗമുള്ള കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണ്, അതിൽ നിന്ന് ഓരോന്നെടുത്തായിരിക്കും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം AI അവതാറിനെ കുറിച്ച് നോക്കാം. ഓൺലൈൻ കസ്റ്റമർ സർവീസിലെ ബോറടിപ്പിക്കുന്ന ചാറ്റ് ബോട്ടുകൾക്ക് പകരം ജീവൻ തുടിക്കുന്ന AI അവതാറുകളെ അവതരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമാണ് DID. ശബ്ദം ക്ലോൺ ചെയ്യാനും രൂപവും പെരുമാറ്റവും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാനും കഴിയുന്ന അടിപൊളി ഡിജിറ്റൽ മനുഷ്യർ. ഇതിപ്പോൾ എനിക്ക് വായിച്ചതിൽ AIയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ ഒരു ഇതാണ് AI അവതാർ. അപ്പോൾ AI അവതാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏറ്റവും പോപ്പുലറായി വരുന്ന ഒരു AI ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് AI അവതാർ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വലിയ ഏരിയ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ ഈ AI അവതാറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ സ്ഥലത്ത് ഈ അവതാർ ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്ഥലത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ അവതാർ ഒരു കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും യഥാർത്ഥ ഒരു മനുഷ്യരെ പോലെ എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ AI അവതാറിനെ കുറിച്ച് വേറെയും കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും ഒരു ചെറിയ മോഡൽ അവതാറിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് AI നിന്ന് ഒന്നും കൂടെ നോക്കാം. കാലാവസ്ഥ കൃത്യമായി അറിയാം. AI സഹായത്തോടെ അറ്റ്മോ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി കാലാവസ്ഥ പ്രവചിച്ചു തുടങ്ങി. 60ലേറെ വർഷങ്ങളിലെ ക്ലൈമറ്റ് ഡേറ്റ പഠിച്ച് നിലവിലുള്ള പ്രവചന രീതികളെക്കാൾ 50% കൂടുതൽ കൃത്യതയിൽ 40,000 മടങ്ങ് വേഗത്തിൽ 100 ഇരട്ടി വിശദാംശങ്ങളോടെ കാലാവസ്ഥ പറയുന്ന ഇടിവെട്ട് മോഡലാണ് അറ്റ്മോയുടേത്. 142 കാലാവസ്ഥ ഉപഗ്രഹങ്ങളിൽ നിന്നും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സെൻസറുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് അവരുടെ പ്രവർത്തനം. അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനവും പിന്നെ ഈ AI അവതാരമാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം കൂടുതലവർക്ക് അറിയാവുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ ഒരെണ്ണമാണ് ആകാശത്തു നിന്നെടുക്കാം വെള്ളം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. അന്തരീക്ഷത്തിൽ കോടിക്കണക്കിന് ലിറ്റർ വെള്ളമുണ്ട്, പക്ഷേ ഭൂമിയിൽ പലയിടത്തും വരൾച്ചയൊഴിഞ്ഞൊരു നേരമില്ല. ഇതിനൊരു പരിഹാരം എന്നോണം രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ കമ്പനിയായ അക്വേറിയ. അന്തരീക്ഷത്തിൽ നിന്ന് വായു വലിച്ചെടുത്ത് പലതരം ഫിൽട്ടറുകളിലൂടെ കടത്തിവിട്ട് അതിലെ ജലാംശം വേർതിരിച്ചെടുക്കുകയും അതിനെ ശുചീകരിക്കുകയുമാണ് അവരുടെ സൂത്രം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കണ്ടുപിടുത്തമാണ്. അതാണ് ഞാനത് നിങ്ങൾക്ക് വായിച്ചത്. അടുത്തതായി നമുക്കൊരു ബസ്സിനെ കുറിച്ച് വായിക്കാം. ഓട്ടത്തിനിടെ ചാർജ്. അത് കൂടുതൽ പേർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തമാണ്. ഓക്കെ, ഓട്ടത്തിനിടെ ചാർജ് ചെയ്യാവുന്ന ഇലക്ട്രിക് ബസ്. EV രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഈ കണ്ടെത്തൽ അമേരിക്കൻ കമ്പനിയായ ഇൻഡക് TVയുടേതാണ്. ബസ് സ്റ്റോപ്പുകളും ഡിപ്പോകളും പോലുള്ള സ്ഥലങ്ങളിൽ നിലത്തു പിടിപ്പിച്ച പ്ലേറ്റുകൾ വഴി വയർലെസ്സായി ഇലക്ട്രിക് ബസ്സിനടിയിലെ പ്ലേറ്റുകളിലേക്ക് ചാർജ് ചെയ്യുന്ന സ്മാർട്ട് വിദ്യയുണ്ട്. അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ ഫീച്ചറുണ്ട് ഈ ബസ്സിനെ കുറിച്ച്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ 3D പ്രിൻ്റർ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് വായിക്കാം. 3D പ്രിൻ്റർ തീർച്ചയായും ഒരു വിപ്ലവമാണ്, പക്ഷേ സ്പീഡ് പോരാ എന്നതാണ് ഇന്ന് അതിൻ്റെ ഒരു പോരായ്മ. 3D പ്രിൻ്ററിൻ്റെ വേഗം ഇന്നുള്ളതിനേക്കാൾ 5 ഇരട്ടി കൂട്ടുന്ന ടെക്നോളജിയാണ് അമേരിക്കൻ കമ്പനിയായ ഫോംലാൻഡ്സിൻ്റെ 2024 സംഭാവന. അപ്പോൾ ഇത് സാധാ 3D പ്രിൻ്ററിനെക്കാട്ടി കുറച്ചുകൂടി സ്പീഡുള്ള 3D പ്രിൻ്ററാണ് കഴിഞ്ഞ വർഷം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതും കൂടെ നമ്മുടെ ബുക്കിൽ കൊടുത്തേക്കുന്നത്. പിന്നെ വേറെയും കുറേ നല്ല കണ്ടുപിടുത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊന്നും കൂടെ നിങ്ങൾക്ക് വായിക്കാം. കെട്ടിടങ്ങൾ തണുപ്പിക്കാം. ചൂട് കാലത്ത് നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ട് അത്രയും ചൂട് വരാതെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഓക്കെ, തീ പിടിക്കാത്തതും ചൂട് പിടിക്കാത്തതുമായ മേൽക്കൂരകളും ചുമരുകളും ഉള്ള കെട്ടിടങ്ങൾ. അതായത് അമേരിക്കൻ കമ്പനിയായ നാനോ ടെക്കിൻ്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തൽ. ഇൻസുലേറ്റീവ് സെറാമിക് പാർട്ടിക്കിൾ എന്ന പ്രത്യേകതരം പൊടി ചേർത്ത മേച്ചിലോഡുകളും റെഡിമെയ്ഡ് ചുമരുകളുമൊക്കെയാണ് ഇതിന് സഹായിക്കുന്നത്. അതിനു പുറമെ കൂൾ റൂഫ് കോട്ട് എന്ന പ്രത്യേകതരം പെയിൻറ്റും വൈൽഡ് ഫയർ ഷീൽഡ് എന്ന കോട്ടിങ്ങും ഒക്കെയുണ്ട്. തീ പിടിക്കാതെ ചൂട് അരിച്ചിറങ്ങാതെ കെട്ടിടങ്ങളെയും താമസക്കാരെയും കാക്കുന്ന രക്ഷകനാണിവ. അഥവാ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഞാനിപ്പോൾ 4 കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ വായിച്ചത്. അതെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അടുത്തതായി ഊർജ്ജമാണ്. അപ്പോൾ ഊർജ്ജത്തിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം ചാർജ് തീരാത്ത ബാറ്ററി കുറിച്ച് നിങ്ങൾക്ക് വായിച്ച് കഴിച്ചു തരാം.
കൂടിയ വില, തീപിടിക്കാനുള്ള സാധ്യത, തണുപ്പത്ത് പ്രവർത്തിക്കില്ല എന്നിവയാണ് ഇന്നത്തെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററികളുടെ പ്രധാന പ്രശ്നങ്ങൾ. എന്നാൽ ഈ പ്രശ്നങ്ങളില്ലാത്തതും മിനിറ്റുകൾക്കകം ചാർജ് ചെയ്യാവുന്നതുമായ ലിഥിയം ഗ്യാസ് ബാറ്ററി അവതരിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ കമ്പനി യായ സൗത്ത് 8. ഓക്കെ, അപ്പോൾ അതാണ് ബാറ്ററി, ഒരിക്കലും ചാർജ് തീരാത്ത ബാറ്ററി എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ വേറെ ഭൂമിക്കുള്ളിൽ നിന്ന് ഊർജ്ജം. ഭൗമോപരിതലത്തിൽ നിന്നും താഴെയുള്ള ചുട്ടുപഴുത്ത പാറകൾ തുളച്ച് അതിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ചൂടുവെള്ളം നീരാവിയായും സൃഷ്ടിക്കുക. ഈ ഭൂതാപ ഊർജം അഥവാ ജിയോതെർമൽ എനർജി സംഭരിച്ച് ഭാവിയിലെ ഊർജോൽപാദനത്തിനായി ഉപയോഗിക്കുക. അമേരിക്കയിലെ ഫെർവോ എൻജി അവതരിപ്പിച്ച എന്ന പുത്തൻ പദ്ധതിയാണിത്. ആ പദ്ധതിയുടെ പേരാണ് ഫെർവോ ഫ്ലെക്സ്. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറെ ഊർജ്ജത്തിൽ വലുതായിട്ട് അങ്ങനെ വേറെ ഒന്നുമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ. ബാക്കി കൊടുത്തതെന്നെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത നമുക്ക് ഇനി കുറച്ച് ബഹിരാകാശത്ത് ഉള്ള പുതിയ AI കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് വായിക്കാം. ഇവിടെ ഭൂമിക്ക് ചുമയോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. അനവധി ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നുണ്ടെങ്കിലും ഭൂമിയുടെയും ഭൗമാന്തരീക്ഷത്തിൻ്റെയും ആരോഗ്യം അളക്കാൻ കേൾപ്പുള്ളവ തീരെ കുറവാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ് എന്നീ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ പുറന്തള്ളൽ അളക്കാൻ GHSSAT എന്ന ബഹുരാഷ്ട്ര സ്ഥാപനം ഉണ്ടാക്കിയ ഒരു പറ്റം ഉപഗ്രഹങ്ങൾ ഇന്ന് ഈ ജോലി ചെയ്യുന്നു. അത് നമ്മുടെ ഭൂമിയുടെ ഫീച്ചർ തന്നെ, ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അളക്കാനുള്ള കുറച്ച് ഉപഗ്രഹങ്ങളാണ്. അപ്പോൾ അത് വലുതായിട്ട് വേറൊന്നുമില്ല. അതിലെനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയത് അത് മാത്രമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇതിലിനി ഒരു 3 പുതിയ കണ്ടുപിടുത്തങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഉപകരണങ്ങൾ. ഓക്കെ, നമ്മുടെ ഈ TV അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ സ്ലിം ബ്യൂട്ടി ഫോൺ, ഇതാണ് അതിൻ്റെ പടം. ഓക്കെ, നമുക്ക് അപ്പോൾ അതിനെപ്പറ്റി വായിച്ചു നോക്കാം. മടക്കാൻ കഴിയുന്ന മൊബൈൽ ഫോണുകൾ ഒരു പുതുമയേ അല്ല. എന്നാൽ ചൈനീസ് കമ്പനിയായ ഹോണറിൻ്റെ മാജിക് B3 എന്ന ഫോൾഡബിൾ ഫോൺ അല്പം വ്യത്യസ്തമാണ്. മടക്കുമ്പോൾ വെറും 9.2 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ കനം. ഭാരമാകട്ടെ 226 ഗ്രാം. മെലിഞ്ഞ സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഇതിൻ്റെ സീക്രട്ട്. ഓക്കെ, അതത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് മായ ലോകത്തൊരു മോണിറ്റർ, നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന ആ സംഭവമാണ്, അത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഓക്കെ, പിന്നെ കണ്ണാടി TV എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു TV നോർമലാണ്, ഒരു സ്റ്റാൻഡ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് കണ്ണാടി TV, അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ട്രൈപോഡ് ഇനി ഓട്ടോമാറ്റിക്, അതായത് ട്രൈപോഡിനെ പറ്റി എന്താ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്ലേ സ്റ്റേഷനിൽ വയ്ക്കുന്ന മോണിറ്റേഴ്സിനെ കുറിച്ചാണ് ഇവിടെ മായ ലോകത്തൊരു മോണിറ്റർ അത് കൊടുത്തേക്കുന്നത്. പിന്നെ ഉപകരണങ്ങൾ കുറേ ഉണ്ട്. ഗെയിമിങ്ങിൻ്റെ മാന്ത്രിക ലോകം, അങ്ങനെ നമ്മുടെ പുതിയൊരു കണ്ടുപിടുത്തം കൊടുക്കുക, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. റേസിംഗ് ബൈക്കുകളും കാറുകളും എല്ലാം ഇനി വീടിനുള്ളിലൂടെ കുതിച്ചു പായും. ഞെട്ടേണ്ട, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഗെയിമിംഗ് ഗ്ലാസ് ഉപയോഗിച്ച് ഗെയിം കളിക്കുമ്പോഴുള്ള അത്ഭുതങ്ങളിൽ ചില്ലതാണിവ. ടെക്നോയുടെ പോക്കറ്റ് ഗോ എന്ന ഗെയിമിംഗ് ഗ്ലാസ്സാണ് ഈ അനുഭവം സമ്മാനിക്കുന്നത്. ഈ ഗ്ലാസ് വെച്ച് ഗെയിം കളിച്ചാൽ 215 ഇഞ്ച് TV-യിൽ കാണുന്ന അതേ വലിപ്പത്തിൽ 6D ദൃശ്യങ്ങൾ കാണാനാകും. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് ശുദ്ധജലം തരും സ്റ്റോ, നമ്മുടെ വൃത്തിയില്ലാത്ത മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളമെല്ലാം വൃത്തിയാക്കി തരുന്ന സ്റ്റോ, അത് നിങ്ങൾക്ക് കുറേ ഉപയോഗിച്ചതാണ്. പിന്നെ അപ്പോൾ അതിലിനി കൂടുതലൊന്നുമില്ല. പിന്നെ ഡെലിവറി ബോയ് ഡ്രോൺ, നമ്മുടെ ഒരു ഡ്രോണിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഈ ആൾക്കാർക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല, ഈ ഡ്രോൺ നമ്മൾ പറയുന്ന സ്ഥലത്ത് സാധനങ്ങൾ എത്തിക്കുന്നതാണ്. അതും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡെലിവറി ബോയ് ഡ്രോൺ, ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത് ഭക്ഷണവും മറ്റു സാധനങ്ങളും എല്ലാം ഇനി ഡ്രോണിലായിരിക്കും വീട്ടിലെത്തുക. ഗൂഗിളിൻ്റെ കീഴിലുള്ള വിങ് എന്ന കമ്പനി വീട്ടിൽ സാധനങ്ങൾ എത്തിക്കുന്ന ഡ്രോണുകളുടെ നിർമ്മാണം വ്യാപകമായി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അമേരിക്കയിലെ ഡാലസിൽ കഴിഞ്ഞ വർഷം ആദ്യം തന്നെ 60,000-ഓളം ഓർഡറുകൾ ഡ്രോൺ ഉപയോഗിച്ച് വിജയകരമായി ഡെലിവറി ചെയ്തിരുന്നു. സോഫ്റ്റ്വെയർ സഹായത്തോടെ നമ്മൾ നൽകിയ ഡെലിവറി ലൊക്കേഷൻ സാധനം എത്തിച്ച ശേഷം മടങ്ങുന്ന രീതിയിലാണ് ഇവയുടെ ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഉപകരണങ്ങളുടെ സെക്ഷനും കഴിഞ്ഞു. നമുക്ക് ഇനി വാഹനങ്ങളുടെ സെക്ഷനും കൂടെ നോക്കാം. അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ചുകൂടെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് വാഹനത്തിൻ്റെ സെക്ഷനിലുള്ളത്. അപ്പോൾ അതിൽ 5 പുതിയ കണ്ടുപിടുത്തങ്ങളുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും ഉപയോഗമുള്ളൊരു ഇതായി തോന്നിയതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. കുഴി കാണും റോഡ്. ഓരോ 200 മീറ്ററിലും സ്ഥാപിച്ച സെൻസറുകൾ വഴി റോഡിൻ്റെ അവസ്ഥ അപ്പോൾ അധികൃതരെ അറിയിക്കുക. അതാണ് അമേരിക്കൻ കമ്പനിയായ കാവ്ന്യൂവിൻ്റെ കണ്ടുപിടുത്തം. മിഷിഗണിലെ ഇന്റർസ്റ്റേറ്റ് 94 എന്ന റോഡിന്റെ ഒരു ഭാഗത്താണ് കമ്പനി $1.25 കോടി ചെലവിട്ട് ഈ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്തത്. അധികം വൈകാതെ ഇത് മറ്റു റോഡുകളിലേക്കും വ്യാപിക്കും.
അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. അതാണ് ഞാനത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞത്. പിന്നെ വേറെ സംഭവം, ഡ്രൈവറെ ഉറങ്ങല്ലേ. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ ഉറങ്ങാതിരിക്കാൻ പുത്തൻ ടെക്നോളജി ഉണ്ടാക്കിയിരിക്കുകയാണ് വാഹന നിർമ്മാണ കമ്പനിയായ വോൾവോ. ഡ്രൈവറുടെ റോഡിലേക്കുള്ള നോട്ടവും കൈകളുടെ സ്റ്റിയറിംഗിലുള്ള പിടുത്തവും ക്യാമറ വഴി നിരന്തരം നിരീക്ഷിച്ച് ആൾ ഉറങ്ങിപ്പോയാൽ അലാം അടിക്കാനും വേണമെങ്കിൽ വാഹനം സ്വയം നിർത്താനും ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. അതായത് ഈ ഫീച്ചർ കണ്ടുപിടിച്ച വോൾവോ ആണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ കാർ കമ്പനികളിലും ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുകയാണ്. വോക്സ് വാഗൺ, മെർസിഡീസ് ബെൻസ്, BMW അങ്ങനെ കുറേ കാർ കമ്പനികളിലും അവരുടെ കാറുകൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇലക്ട്രിക് സൈക്കിളിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. സ്കൂട്ടോ റിക്ഷ, അതും കൂടെ ഞാൻ വായിച്ചിട്ട് നമ്മുടെ വീഡിയോ നടത്താം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസ്കവറിയാണ്. ആദ്യ കാഴ്ചയിൽ ഓട്ടോറിക്ഷ, പക്ഷേ ആവശ്യം വരുമ്പോൾ മുൻവശം ഇളക്കിയെടുത്ത് സ്കൂട്ടറാക്കാം. അത്തരമൊരു അത്ഭുത വാഹനമാണ് ഇന്ത്യയിലെ ഹീറോ മോട്ടോർ കോർപ്പ് കമ്പനി 2024 അവതരിപ്പിച്ച സർജ് 632. ബൈക്കും സ്കൂട്ടറും നിർമ്മിക്കുന്ന ഹീറോയുടെ ഉപകമ്പനിയാണ് സർജ്. 2 വീലർ 3 വീലർ കോംബോ എന്ന കമ്പനി വിശേഷിപ്പിക്കുന്ന ഈ വണ്ടി വെറും 3 മിനിറ്റിൽ 2 വീലറോ 3 വീലറോ ആക്കാം. അപ്പോൾ അതാണ് സ്കൂട്ടോ റിക്ഷ. ഇനി ഇതിൽ നിരവധി കൃഷിയെക്കുറിച്ചുള്ള പല കണ്ടുപിടുത്തങ്ങളുണ്ട്. അതിനുശേഷം കൃഷിയിൽ കുറേ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് വിട്ട കുറേ കണ്ടുപിടുത്തങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വേണം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനോരമയുടെ വെബ്സൈറ്റിൽ പോയി നമ്മുടെ ഡൈജസ്റ്റ് ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഒരു ഡൈജസ്റ്റ് വീതം കിട്ടും. ഈ ബുക്ക് ഫുള്ളായിട്ട് നമ്മൾ വായിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഉറപ്പായിട്ടും ഇതിന് ഓരോന്നും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്കൂട്ടോ റിക്ഷയുടെ ഇമേജും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സ്കൂട്ടോ റിക്ഷ. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ റോബോട്ടിക്സിന് വേണ്ടി ഒരു സെക്ഷൻ ഉണ്ട്. അവിടെയും കുറേ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. പന്ത് പോലെ റോബോട്ട്, ഓഫീസ് ജോലിക്കും റോബോട്ട്, അങ്ങനെ പല കണ്ടുപിടുത്തങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. പുല്ല് വെട്ടുന്ന റോബോട്ട്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇനിയും ഇതുപോലത്തെ വീഡിയോ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സെൻഡ് ആവുകയാണ്. ദിസ് അഭിനവ്, സൈൻ ഓഫ്.